വാഴക്കൂമ്പ് നന്നായിട്ട് കുനുകുനാ അരിയണം. അരിഞ്ഞ ഉടനെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുക. അതിൻ്റെ ആ ഒരു പശ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അത് കഴിഞ്ഞ് ഒരു സവാള, കുറച്ച് പച്ചമുളക്, ഒരു പച്ചമുളക് കുനുകുനെ അരിഞ്ഞാൽ മതി കേട്ടോ എരിവുള്ളതാണെങ്കിൽ. പിന്നെ കറിവേപ്പില, കടുക്, ജീരകം, വറ്റൽമുളക് ഇത്രയും അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് ഇത് മൊത്തത്തിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിയുമ്പോൾ ഈ കൂമ്പിട്ട് കൊടുക്കുക, വാഴക്കൂമ്പ്. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് പയറ് വേവിച്ച വെള്ളം, ഞാൻ ഓൾറെഡി കുറച്ച് പയറ് വേവിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നുള്ള വെള്ളം ഇതിലൊഴിച്ച് തിളപ്പിച്ച് വേവിച്ചു. അതാണ് ഇത്തിരി പയറൊക്കെ ഇതിൽ കിടക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ പയർ നന്നായിട്ട് വെന്തുടയാൻ പാടില്ല കേട്ടോ, നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. എന്നിട്ട് ആ പയറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു നുള്ളു നെയ്യും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ, ബട്ടറാണ് ഇടേണ്ടത്, ഇല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി